മനോഹരമായ ജനാധിപത്യത്തിലെ മനോഹരമായ അമിത്ഷാ എത്തിക്കൊണ്ടിരിക്കുന്നു. ദാ നോക്കൂ, ദ മാൻ ബിഹൈൻഡ് ദ ഗെയിം. എല്ലാ കരുനീക്കങ്ങളുടെയും ആചാര്യൻ, ഒരുപക്ഷെ BJPയുടെ ചാണക്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന അമിത്ഷാ തന്നെ എത്തുന്നു. ചോദ്യം ഇതാണ്, അമിത്ഷാ തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമോ? TDPക്കും JDUവിനും ഒക്കെയുള്ള ആശങ്ക നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ അമിത്ഷാ ആഭ്യന്തരം കൈവച്ചാൽ എന്തു സംഭവിക്കുമെന്നുള്ളതാണ്. അമിത്ഷാ തന്നെ തുടരുമോ ആഭ്യന്തര വകുപ്പിൽ എന്നുള്ളത്? ഉണ്ണി ബാലകൃഷ്ണൻ മനോഹരമായ സായാഹ്നം നോക്കൂ. റെയ്സിന ഹിൽസിൽ നിന്ന് നോക്കിയാൽ അങ്ങ് രാഷ്ട്രപതി വാർ മെമ്മോറിയൽ വരെ നീണ്ടു കിടക്കുന്ന പ്രദേശങ്ങളിൽ BJPയുടെ സത്യപ്രതിജ്ഞ കാണാൻ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കൊപ്പം എത്തിയിരിക്കുന്നവർ നിറഞ്ഞിരിക്കുന്ന ജനസാഗരം. അതോടൊപ്പം അമിത്ഷായുടെ വരവ് അതൊരു ഒന്നൊന്നര വരവാണ് ഉണ്ണി സാർ. നിശ്ചയമായും അമിത്ഷായുടെ പ്രാധാന്യം ഒട്ടും തന്നെ കുറച്ച് കാണാൻ കഴിയില്ല. BJPയുടെ എത്തുന്നു. നേരത്തെ വസുന്ധര രാജ സിന്ധ്യ എത്തി, അജിത് പവാർ എത്തി, ഇപ്പോൾ യോഗി ആദിത്യനാഥ് എത്തുന്നു, അമിത്ഷാ എത്തുന്നു. എനിക്ക് തോന്നുന്നില്ല LK അദ്വാനിക്ക് വരാൻ കഴിയുമെന്ന്. കാരണം അദ്ദേഹം വളരെ അനാരോഗ്യത്തോടുകൂടി ഇരിക്കുന്ന ഒരു കാലമാണ്. ഷെയ്ഖ് ഹസീനയൊക്കെ LK അദ്വാനി വീട്ടിൽ പോയാണ് കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ ട്രാവൽ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ LK അദ്വാനി അദ്ദേഹം നരേന്ദ്രമോദി പോയി കണ്ടിരുന്നു. മുരളി മനോഹർ ജോഷിയും കണ്ടു, രണ്ടുപേരെയും കണ്ടു. ഇന്നലെ തന്നെ പോയി കണ്ടു. അതെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, റെയ്സിന ഹിൽസിൽ പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടത്തിലേക്ക് നിയുക്ത കേന്ദ്രമന്ത്രിമാർ എത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടാം മോദി സർക്കാരിലെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പുതിയ മന്ത്രിസഭയും വരുന്നത്. അതിൽ BJPയിൽ നിന്ന് 36 പേർ മന്ത്രിമാരാകും എന്നറിയുന്നു. ഇത്തവണ അധികാരമേൽക്കുമ്പോൾ ആ ചെങ്കോൽ നരേന്ദ്രമോദിയുടെ കയ്യിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നോക്കൂ, യോഗി ആദിത്യനാഥ് രാഷ്ട്രപതി ഭവനിൽ നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചോളാൻ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടാവും അല്ലേ? ഇനി യോഗി ആദിത്യനാഥിനോട് അല്ലേ സാധ്യതയുണ്ട്. നോക്കൂ, എല്ലാവരെയും വണങ്ങി യോഗി ആദിത്യനാഥ് ഇന്നത്തെ ചടങ്ങിലെ ശ്രദ്ധാകേന്ദ്രം തന്നെയാണ്. നരേന്ദ്രമോദിക്ക് ശേഷം എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി ഒരുപക്ഷെ BJP നേതൃത്വം കരുതി വയ്ക്കുന്ന പേരുകളിലൊന്ന് യോഗി ആദിത്യനാഥിൻ്റെതാണോ? ഉത്തർപ്രദേശിലെ കനത്ത പരാജയത്തിന് ഉത്തരവാദിത്വം യോഗി ആദിത്യനാഥ് നേരിട്ട് ഏറ്റെടുത്തില്ലെങ്കിലും നിതിൻ ഗഡ്കരി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പ്രേക്ഷകരെ നോക്കൂ, നിതിൻ ഗഡ്കരി പതിവ് BJPയിലെ ശൈലിയിൽ തന്നെ സൗമ്യമായി പുഞ്ചിരിക്കുന്ന നിതിൻ ഗഡ്കരി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കിരൺ റിജ്ജു റെയ്സിന ഹിൽസിൽ പ്രത്യേകം തയ്യാർ ചെയ്തിരിക്കുന്ന വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹർദീപ് സിംഗ് പുരിയുണ്ട്, കിരൺ റിജ്ജു ഉണ്ട്, ഒപ്പം യോഗി ആദിത്യനാഥ് ഉണ്ട്, അമിത്ഷായുണ്ട്, നിതിൻ ഗഡ്കരിയുണ്ട്. അജിത് പവാർ അവസാന നിമിഷം എത്തിച്ചേരുമോ എന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ അജിത് പവാറും എത്തിച്ചേർന്നതോടുകൂടി ആ ആശങ്കയും അവസാനിച്ചിരിക്കുന്നു. അതിഥികളെ സ്വീകരിക്കുകയാണ് രാഷ്ട്രപതി ഭവനിലെ ഉദ്യോഗസ്ഥർ. രാഷ്ട്രപതി ഭവനിൽ സെക്രട്ടറി അല്പസമയത്തിനുള്ളിൽ ഇനിയിപ്പോൾ ചടങ്ങുകൾക്ക് തുടക്കമാകും. രാഷ്ട്രപതി ഭവനിൽ നിന്ന് രാഷ്ട്രപതിയുടെ സെക്രട്ടറി ആയിരിക്കും ചടങ്ങുകൾ തുടങ്ങുക. അതിനുശേഷം ഓരോരുത്തരെയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ വിളിക്കും. ആദ്യം പ്രധാനമന്ത്രിയായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യാൻ വിളിക്കുക. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് ക്ഷണിക്കും. സത്യപ്രതിജ്ഞ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ദ്രൗപദി രാഷ്ട്രപതി മുൻപിലായിരിക്കും. എനിക്ക് എല്ലാവരും ദൈവനാമത്തിൽ തന്നെയായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക. അഫർമേറ്റീവ് ആക്ഷൻ ഉണ്ടാവില്ല. വോട്ട് ടേക്കിംഗ് തന്നെയായിരിക്കും ഇന്ന് നടക്കുക. നരേന്ദ്രമോദി സർക്കാരിലെ 60ഓളം കേന്ദ്രമന്ത്രിമാർ 7:15 തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും.